പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് മാർച്ച് 5-ാം തീയതി വ്യാഴാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി ഇന്ന് കൃപാസ്ഥാനത്താരെ നടക്കുന്ന 10,000-കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദൈവവേദലെ ഞാൻ നിന്നെ ഈശോനാമത്തിൽ ആസ്വദിക്കുന്നു. കർത്താവേ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, ജീവിതത്തിൽ കലഹങ്ങളും ഭിന്നതകൊണ്ട് പിരിഞ്ഞു താമസിക്കുന്ന ജീവിത പങ്കാളികളെ, കുഞ്ഞുങ്ങളുടെ തെറ്റായ അവസ്ഥകൾ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാരെ, ശാരീരികമായ രോഗങ്ങളെ അവസരപ്പെടുന്നതും രോഗം സുഖമാക്കുന്നതിന് സമയമെടുക്കുന്നില്ലെന്ന് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും
സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് യാത്ര ചെയ്യുന്നവരെ, ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന സംഭാഷണങ്ങൾ, എഴുതുന്ന രേഖകൾ, ഒപ്പിടുന്ന ഡോക്യുമെൻറ്റുകൾ, പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ, സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും, നീ ഇന്ന് തിരികെ എത്തുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ നിന്നെ നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും, ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും, നിൻ്റെ ഓരോ സമയങ്ങളെയും, സന്ദർഭങ്ങളെയും, എല്ലാം സംരംഭങ്ങളെയും പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥതയും ഞാൻ നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. ഈ പാഷൻ നെറേറ്റീവ്സ് ഇല്ലേ, പീഡാനുഭവ പ്രവചനങ്ങൾ, ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് ഈശോ വധിക്കപ്പെടും എന്ന് പറയുമ്പോൾ തന്നെ അവർ ഷോക്കായി. പിന്നെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് അവർക്ക് അത്ര ബോധമല്ല, പക്ഷെ അത് നിഗൂഢമായിട്ട് അവിടെ ഇരിക്കുക. അതുകൊണ്ട് അവർക്ക് ബോധമല്ലെങ്കിലും അവരെ ലളിതമാക്കി ഈശോ അത് കൊടുക്കണില്ല. ആ വചനം കഠിനമായിട്ട് തന്നെ ഇരിക്കുകയാണ്. അതാണ് ലൂക്ക 45. അവർക്ക് ഈ വചനം മനസ്സിലാക്കാൻ പീഡാനുഭവ പ്രവചനം മനസ്സിലായില്ല. അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധം അത് അത്ര നിഗൂഢമായിരുന്നു. ആ നിഗൂഢ വചനമാണത്. ഇപ്പൊ നിഗൂഢ വചനങ്ങളുണ്ട്. അതിനുശേഷം ഇപ്പൊ നിഗൂഢ വചനങ്ങള് കർത്താവിന്റെ ഉയർപ്പിനെ കുറിച്ചുള്ള വചനങ്ങൾ ഈ ഒക്കൾട്ടായിട്ട് മാറണത്. ഈ ഒക്കൾട്ടായിട്ട് വരുന്ന ഗൂഢവചനങ്ങളെയാണ് ശരിക്കും താബോർ ആ മുദ്രവെച്ച വചനത്തിൻ്റെ സീല് പൊട്ടിക്കണത്. അതാണ് മോശയെ കാണിക്കുന്നുണ്ട്, താബോറിൽ ഏലിയയെ കാണിക്കുന്നുണ്ട്. ഉയർപ്പ് എന്താണെന്ന് മനസ്സിലാവും. ഏലിയ 700 കൊല്ലം മുമ്പും മോശ 1800 കൊല്ലം മുമ്പും എടുക്കപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ അവർ ഉയർത്തെഴുന്നേറ്റ് നിൽക്കുകയാണ് കർത്താവിൻ്റെ കൂടെ. ഈ കാഴ്ച പറയണത് പിന്നെ താഴേക്ക് വരുമ്പോൾ പറയും, ഇതുപോലെ ഞാനും ഉയർക്കും. പറഞ്ഞു, ഇതുപോലെ ഞാനും ഉയർക്കും, പക്ഷെ ഞാൻ ഉയർക്കണവരെ കണ്ട കാഴ്ച ആരോടും പറയരുത്. ഇത് മനോഹരമാണെന്ന ബൈബിള്. മർക്കോസ് 9:9. അവർ കണ്ട കാര്യങ്ങൾ മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്ന് ഉയർക്കുന്നത് വരെ ആരോടും പറയരുതെന്ന് മലയിൽ നിന്നിറങ്ങിപ്പോരുമ്പോൾ അവൻ അവരോട് കൽപ്പിച്ചു. ഇപ്പം ഇവിടെ മനസ്സിൽ സംശയം ഉണ്ടായില്ല ഉയർത്തുന്നേപ്പം എന്താണ്. പക്ഷെ അത് നിഗൂഢവചനമല്ലേ. ഇത് ശരിക്കും ഗൂഢമായിട്ട് തന്നെ പോവുകയാണ്. കാര്യം മരിച്ചതെന്ന് ഉയർക്കുക എന്താണെന്ന് ഈ മോസസിനെ കണ്ടിട്ടും ഏലിയാവിനെ കണ്ടിട്ടും ഈ കക്ഷികൾക്ക് മനസ്സിലായില്ല. അതാണ് താബോറിൽ ഇറങ്ങി വരുമ്പോൾ ഈ കാഴ്ച ഞാൻ ഉയർത്തി നിൽക്കുന്നവരെ ആരോടും പറയരുതെന്ന് ഈശോ പറയുമ്പോഴും അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഈ വചനം ഗൂഢമായിട്ടിരിക്കുന്നു എന്നുള്ള സൂചനയാണ് അവരുടെ സംശയത്തിന് വരണത്. എന്താണ് അവർ പറയണത്? 9:10. താബോറിൽ നിന്ന് ഇറങ്ങി കർത്താവ് പറഞ്ഞു, ഈ കാഴ്ച നിങ്ങൾ മാത്രം കണ്ടതാണ്, ഇത് ആരോടും പറയരുത്, ഞാൻ ഉയർത്തി നിൽക്കുന്നവരെ എന്ന് പറഞ്ഞപ്പോൾ ഈ മോസസിനെ ഏലിയാവിനെ അവരെ കണ്ടില്ലേ ഉയർത്തി നിന്നിട്ട് ആൾക്കാരാ. എന്നിട്ട് പോലും മനസ്സിലായില്ല. കാര്യം എന്താണ്? അത് നിഗൂഢ വചനമാണ്. അതാണ് പറയണത്. 9:45 പറയണില്ലേ, ആ വചനം ഗൂഢമായിരുന്നു എന്ന്. ഇപ്പം എന്താ പറയണത്? 9:10 എന്താ പറയണത്? മരിച്ചവരിൽ നിന്ന് ഉയർക്കുക എന്നത് എന്താണെന്ന് ചിന്തിച്ചുകൊണ്ട് അവർ ഈ വചനം രഹസ്യമായി സൂക്ഷിച്ചു. ഇതാണ് വിഷയം. ഇത് ഈശോയുടെ മനസ്സിനെ വളരെ തളർത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു മാനസിക അന്തരീക്ഷം വളരെ വല്ലാത്തതാണ്. ഈ 3 പേരെയും, യാക്കോബിനെയും യോഹന്നാനെയും പത്രോസിനെയും കർത്താവിന് ഉയർത്തുന്നതിന് പകരം അതിൻ്റെ ഡമ്മി ആയിട്ട് ഡെമോ കാണിച്ചു. ആര്? ഏലിയാവിനെയും കാണിച്ചു. ഉയർത്തുന്നത് ഏലിയാവിനെയും മോസസിനെയും കാണിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ ഞാൻ ഉയർത്തി നിൽക്കും, പക്ഷെ ഞാൻ ഉയർത്തി നിൽക്കുന്നവരെ ഈ കണ്ട കാഴ്ച പറയരുത്. അപ്പോഴും ഈ ഇവരെന്താ പറയണത്? ഉയർത്തി നിൽക്കുന്നത് എന്താണെന്ന് ചിന്തിച്ചത്. ഇതല്ല ഉയർത്തി നിൽപ്പെന്ന് പറയണത്. അത് മനസ്സിലാക്കാൻ അത് മറയപ്പെടുകയാണ് ഇവർക്ക്. അത് അവരുടെ പരാധീനത തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്താ കാണിച്ചത്? താഴെ വരുമ്പോൾ ഈ അപസ്മാര രോഗി, അതിന് വേറെ ഒരു പരാജയവും തോൽവി നിൽപ്പുണ്ട്. അപസ്മാര രോഗിനെ ചികിത്സിച്ചും പ്രാർത്ഥിച്ചും പരാജയപ്പെട്ട് നിൽക്കുന്ന 9 ശിഷ്യന്മാർ വേറെ. ഏലിയാവിനെയും മോസസിനെയും കണ്ടിട്ടും ഉയർത്തുന്നപ്പോൾ എന്താണെന്ന് മനസ്സിലാകാത്ത 3 ശിഷ്യന്മാർ തൻ്റെ കൂട്ടത്തിൽ.
ഈ 12 പേരും കൂടിയപ്പോഴേ കർത്താവ് എന്താ പറഞ്ഞത്? ഇത്ര കാലം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. കാര്യം തന്നെ ഈ 2 കക്ഷികൾക്കും ഉള്ള പ്രശ്നം എന്താണ്? ഇവരാരും വിശ്വസിക്കണില്ല. അതാണ് ഈശോ ചോദിക്കുന്നത്. ആ അവസ്മാ രോഗി വന്ന് അപ്പം വന്ന് പറയരുത്, നിനക്ക് വല്ലതും സാധിക്കുമെങ്കിൽ എൻ്റെ മകനെ സുഖപ്പെടുത്തി ഞങ്ങളെ സഹായിക്കാൻ പറയും. അപ്പം കർത്താവ് നിൻ്റെ ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുവന്നു, പക്ഷെ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെന്നൊക്കെ പറയാണ്. അപ്പം കർത്താവ് ചോദിക്കുക, എത്ര കാലം ഞാൻ നിങ്ങളോട് ഉണ്ടായിരിക്കും? മത്തായി 17:17 യേശു പ്രതിവചിച്ചു, വിശ്വാസമില്ലാത്തതും വിശ്വാസമില്ലാത്ത ഈ 9 പേര് മാത്രമല്ലേ, താബോറിൽ നിന്നിറങ്ങിയ ആ കക്ഷികൾക്കും വിശ്വാസക്കുറവുണ്ട്. എന്താണ്? ഇതുപോലെ മോശത്തിനും ഏരിയാനും പോലെ ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞപ്പോഴും, എൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് കഴിഞ്ഞിട്ട് ഈ ദൃശ്യം പറയാമെന്ന് പറഞ്ഞപ്പോഴും അവരപ്പോഴും ചിന്തിക്കുകയാണ്, എന്താണ് ഉയർത്തെഴുന്നേൽപ്പ്? അത് വിശ്വാസത്തിലാൽ മനസ്സിലാക്കേണ്ട കാര്യമാണെന്നാണ് ഈശോ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇപ്പം ഈശോ ഈ തോറ്റ 12 പേരെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് പറയും, വിശ്വാസമില്ലാത്തതും വഴി പിഴച്ചതുമായ തലമുറയെ എത്ര നാൾ. വഴി പിഴച്ചെന്ന് വെച്ച് കഴിഞ്ഞാല് യേശുവിനെ ദൈവികമായി മനസ്സിലാക്കേണ്ട ഒരു വഴിയില്ലേ, അതിന് ഒരു അപഭ്രംശം വന്നിട്ടുണ്ട്. ഇവർ യേശുവിനെ ഭൗതികമായിട്ടാണ് ഇപ്പോഴും മനസ്സിലാക്കേണ്ടത്. പൊളിറ്റിക്കൽ മിസ്സിഹായിട്ടാണ് ഇവർ മനസ്സിലാക്കേണ്ടത്. രാഷ്ട്രീയ ക്രിസ്തുവായിട്ടാണ്. ക്രിസ്തു റോമ സാമ്രാജ്യത്തിനെ തച്ചുടച്ചിട്ട് അവിടെ രാജാവാകുമ്പോൾ തങ്ങൾക്കും രാജാവാകാൻ മന്ത്രിയാകാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ടൊരു ഒരു സ്കൂളിലെ നമ്മുടെ സബി പുത്രന്മാരുടെ അമ്മയുണ്ടാക്കിയ നടത്തുന്ന ഒരു സ്കൂള്, അവരാണല്ലേ ഈ വിധത്തിൽ മുഴുവൻ പ്രശ്നം ഉണ്ടാക്കിയത്. ആ സ്കൂളിൽ തന്നെയാണ് ഈ അണ്ണന്മാർ ഇപ്പോഴും. അതുകൊണ്ടാണ് അവർക്ക് ഉയർപ്പിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യം നമ്മുടെ ചങ്കയെ കൊള്ളും. അതാണ് എന്നെ അത് വല്ലാതെ ബാധിച്ചിട്ടുള്ളത്. കർത്താവ് ഇങ്ങനെ സങ്കടപ്പെട്ട് ചോദിക്കും, എത്ര കാലം ഞാനിനി. യേശു പ്രതിവചിച്ചു, വിശ്വാസമില്ലാത്തതും വഴി പിഴച്ചതുമായ തലമുറയെ. അത് വഴക്കിട്ടാണ് കാര്യം. താൻ പരാജയപ്പെടുകയാണ് ഇവരെ ഈ വിഷയം മനസ്സിലാക്കുന്നത്. തലമുറയെ എത്ര നാൾ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അതാണ് ഒരു ഡെത്ത് പാഷൻ കോൺഷ്യസ്, ഒരു ഡെത്ത് കോൺഷ്യസ് ആണത്. ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ ഒരു സംഘർഷം, ആന്തരിക സംഘർഷത്തിൻ്റെ അടിസ്ഥാനം ഈ ഡെത്ത് കോൺഷ്യസ് ആണ്. അവൻ ഒരേ സമയം മനുഷ്യനും ഒരേ സമയം ദൈവമായത് കാരണം ഡെത്ത് കോൺഷ്യസ് പച്ചക്ക് മനസ്സിലാകും. നമ്മുടെ മരണത്തെക്കുറിച്ച് നമുക്കൊരു ഐഡിയ ഇല്ലല്ല, പക്ഷേ ഈശോയുടെ മരണത്തെക്കുറിച്ച് ഈശോയ്ക്ക് പച്ച സിനിമയിൽ കാണുന്ന പോലെ എല്ലാം കാണാൻ പറ്റും, ദൈവമായതുകൊണ്ട്. അതുകൊണ്ട് താബോറിൽ നിന്ന് മുകളിൽ നിന്ന് ഗെറ്റടിയാൻ കിട്ടിയത്, തയ്യാറായിരിക്കുക, സമയമായി. ഈശോയ്ക്ക് ഭയങ്കര സങ്കടമാണ്. അതാണ് ചോദിക്കണത്, എത്ര കാലം? ഇനി ഒരു 3 മാസം മറ്റേ ഉണ്ടാകത്തുള്ളായിരിക്കും, അല്ലെങ്കിൽ 1 കൊല്ലം. അത് വല്ലാത്ത ഒരു സങ്കടമാണ്. ഈശോനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ആ സങ്കടം ഫീൽ ചെയ്യും. എത്ര കാലം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും? അവനെ കൊണ്ടുവന്ന് സുഖപ്പെടുത്തി, അത് അങ്ങനെ സുഖപ്പെടുത്തിയതുകൊണ്ട് വിഷയം തീരണമല്ല ഇത്. ഇവർ ക്രിസ്തുവിനെ തിരിച്ചറിയുന്നതിൽ തീരുന്നതാണ് ഈ വിഷയം. അങ്ങനെ തിരിച്ചറിയാൻ ഇനി എത്ര കാലം? ദൈവവേദന നോൻപ് തീരാൻ പോകുമ്പോഴും ഈ കാലത്തെ തിരിച്ചറിയാതെ നമ്മൾ അനുഷ്ഠാനം നടത്തി യാന്ത്രികമായി എന്തൊക്കെ ചെയ്ത് കൂട്ടിയെന്നും പറഞ്ഞ് ആ പഴയ മനുഷ്യൻ തന്നെയായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ക്രിസ്തുവിനെ തിരിച്ചറിയാത്ത അപ്പോസ്തലന്മാരോടൊപ്പമാണ്. ഈ നോൻപിനെങ്കിലും കർത്താവിനെ തിരിച്ചറിഞ്ഞ് സ്നേഹിക്കാൻ ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.